ഹലോ, ഞാൻ ആതിര. എല്ലാവർക്കും ലൈഫ് ആൻഡ് മേക്കറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുമ്പോൾ കാറ്റ്ലിയ പറ്റിയാണ് കേട്ടോ. അപ്പോൾ പലർക്കും അറിയാവുന്നൊരു വെറൈറ്റി ഓഫ് ഓർക്കിഡാണ് നമ്മുടെ കാറ്റ്ലിയ എന്ന് പറയുന്നത്. അപ്പോൾ ഡെൻഡ്രോബിയൊക്കെ നമ്മൾ വളർത്താറുണ്ട്, പെൻലോസസ് വളർത്താറുണ്ട്, അങ്ങനെ പലതരം ഓർക്കിഡ്സ് വളർത്താറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വീടുകളിൽ നല്ല ഈസി ആയിട്ട് വളർത്താൻ പറ്റിയ ഒരു ഓർക്കിഡ് ഇനമാണ് നമ്മുടെ ഈ കാറ്റ്ലിയ ഓർക്കിഡ്സ്. അപ്പോൾ പലർക്കും ഉള്ളൊരു സംശയമാണ്, നമ്മുടെ ഡെൻഡ്രോബിയം പൊതുവേ പറയുന്നത് ഈസി ടു കെയർ ആയിട്ടുള്ളൊരു ഓർക്കിഡാണ് നമ്മുടെ ഡെൻഡ്രോബിയം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ നല്ലപോലെ ഫ്ലവർ ചെയ്യുന്നു, നമ്മുടെ ക്ലൈമറ്റിനനുസരിച്ചിട്ടുള്ള ഒരു പ്ലാന്റ് ആണെന്ന് പലർക്കും അറിയാം. അപ്പോൾ അവരുടെ ഒരു ഡൗട്ടാണ്, പലർക്കുള്ളൊരു ഡൗട്ടാണ് മറ്റ് ഓർക്കിഡ്സ് എന്ന് വെച്ചാൽ കാറ്റ്ലിയൊക്കെ നമ്മുടെ നാട്ടിൽ ഫ്ലവർ ചെയ്യുമോ, നമ്മുടെ നാട്ടിൽ നല്ലപോലെ വരുമോ, അതോ ചീത്തയായി പോവുമോ, നശിച്ചു പോവുമോ എന്നൊക്കെ ചോദിക്കാറുള്ളതാണ്. അപ്പം നമുക്ക് ഡെൻഡ്രോബിയം നട്ടു വളർത്തുന്ന പോലെ തന്നെ നല്ല നമ്മുടെ ക്ലൈമറ്റിന് അനുയോജ്യമായിട്ട് തന്നെ നട്ടു വളർത്താൻ പറ്റിയൊരു ഓർക്കിഡാണ് നമ്മുടെ ഈ കാറ്റ്ലിയ ഓർക്കിഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത തന്നെ അതിൻ്റെ ഫ്ലവേഴ്സാണ്. ഒരുപാട് ആരാധകരുള്ള ഒരു ഫ്ലവറാണ് നമ്മുടെ കാറ്റ്ലിയ എന്ന് പറയുന്നത്. നമ്മൾ ചില ടേസ്റ്റ്, പലർക്കും പല ടേസ്റ്റുകളാണ്. അപ്പോൾ ചിലരാണെങ്കിൽ ഫെൻലോസസ് മാത്രം കളക്ട് ചെയ്യുന്ന കുറേ പേരുണ്ട്, ഡെൻഡ്രോബിയത്തിൻ്റെ വെറൈറ്റീസ് തപ്പിപ്പോകുന്ന പലരും ഉണ്ട്. അതുപോലെ തന്നെ കാറ്റ്ലിയാസ്, ചിലർക്ക് കാറ്റ്ലിയാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കാറ്റ്ലിയാസിൻ്റെ വെറൈറ്റി നമ്മുടെ കളക്ഷൻസിൽ കൂട്ടുന്നത് പല ആൾക്കാരെ നമുക്ക് അറിയാവുന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരുപാട് ആരാധകരുള്ള ഒരു ക്യൂൻ എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ ക്യൂൻ ഓഫ് ഓർക്കിഡ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓർക്കിഡ് ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞിരുന്ന നമ്മുടെ കാറ്റ്ലിയാണ്. ഇപ്പോൾ അതൊക്കെ അറിയുമെന്നൊന്നും അറിയില്ല. ചിലർ പറയുന്നുണ്ട് ഫെൻലോസസ് ആണ് ക്യൂൻ എന്നൊക്കെ പറയാറുണ്ട്. എന്നിരുന്നാലും ഞാൻ പറയുകയാണ്, അതൊരു ക്യൂൻ തന്നെയാണ് കേട്ടോ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടില്ലേ, ഇതൊരു എൻ്റെ കയ്യിലുള്ളൊരു കാറ്റ്ലിയ ഓർക്കിഡാണ്. ഭയങ്കര, നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം, ഭയങ്കര സുന്ദരിയാണ് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ കളർ കോമ്പിനേഷൻ യെല്ലോയും പിങ്കാണ്. അപ്പോൾ അതുപോലെ തന്നെ ഒരുപാട് കളർ കോമ്പിനേഷനുകൾ വരുന്ന ഒരു ഓർക്കിഡിനാണ് നമ്മുടെ കാറ്റ്ലിയ. പിന്നെ അതിൻ്റെ വലിപ്പം തന്നെയാണ് കൂടുതൽ എൻ്റെ അട്രാക്ഷൻ എന്ന് പറയുന്നത്. വലിയ പൂക്കളാണ്, നമ്മുടെ ഈ ഒരു കയ്യിൽ ഒതുങ്ങാത്ത ഫ്ലവറാണ്. അതിൻ്റെ ആ വലിപ്പം അത്രത്തോളം നമുക്ക് അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ അത്രത്തോളം വലിപ്പമുള്ള ഫ്ലവേഴ്സാണ്. അപ്പോൾ ഇത് ഇത്രയും വലിപ്പമുള്ള ഫ്ലവേഴ്സല്ല, ഇതിൽ തൊട്ട് താഴെ നിൽക്കുന്ന വലിപ്പമുള്ള ഫ്ലവേഴ്സും ഉണ്ട്. അപ്പോൾ അങ്ങനത്തെയൊക്കെ ഒരുപാട് കോമ്പിനേഷനും വെറൈറ്റിയൊക്കെ. ഇത് കണ്ടോ, ഇതിപ്പം നടുക്ക് അതിൻ്റെ ലിപ്പ് ഭാഗത്ത് ഒരു പിങ്ക് ഷെയ്ഡും ചുറ്റിന് അതിൻ്റെ പെറ്റൽസ് എന്ന് പറയുന്ന യെല്ലോയുമാണ് കേട്ടോ. അതല്ലാതെ നമ്മുടെ ഈ ചുറ്റും ഭാഗത്ത് ഓറഞ്ചും നടുക്ക് യെല്ലോ വരുന്നതും അങ്ങനെ ഒരുപാട് വെറൈറ്റി കോമ്പിനേഷൻസ് നമുക്ക് കാറ്റ്ലിയാസിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കാറ്റ്ലിയയുടെ പറയുകയാണെങ്കിൽ ആദ്യം എൻ്റെ പോട്ടിംഗ് ആണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ആ പോട്ടിങ് നമുക്കൊന്ന് നോക്കാം. പോട്ടിങ് നമ്മൾ ഓർക്കിഡ്സുകളെല്ലാം നമ്മൾ കരിയും ഓടും തൊണ്ടിൻ്റെ പീസും വെച്ചിട്ടാണ് നമ്മൾ പോട്ട് ചെയ്യാറുള്ളത്. അതുപോലെ തന്നെയാണ് നമ്മുടെ കാറ്റ്ലിയ ഓർക്കിഡും പോട്ട് ചെയ്യേണ്ടത്. പക്ഷേ അതിനകത്ത് ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, നമ്മുടെ തൊണ്ട് എന്ന് പറയുന്നത് വളരെ കുറച്ച് മാത്രം നമ്മുടെ കാറ്റ്ലിയയ്ക്ക് യൂസ് ചെയ്യേണ്ടത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 40% നമ്മൾ കരി യൂസ് ചെയ്യുന്നു, 40% ഓട് യൂസ് ചെയ്യുന്നു. അതിൻ്റെ ഒരു 20% മാത്രം നമ്മുടെ തൊണ്ട് ഇതിനകത്ത് യൂസ് ചെയ്താൽ മതി. വളരെ കുറച്ച് അളവിൽ തൊണ്ടിട്ട് കൊടുത്താൽ മതി. അങ്ങനെ വേണം നമ്മളിതിൻ്റെ പോട്ട് ചെയ്യാനായിട്ട്. പിന്നെ നമ്മൾ പോട്ട് ചെയ്യുമ്പോൾ നമുക്കിത് വുഡിൽ ഡയറക്റ്റ് മരങ്ങളിൽ മൗണ്ട് ചെയ്യാം, അതല്ലെങ്കിൽ നമുക്ക് തടികളിൽ മൗണ്ട് ചെയ്യാം. ഇപ്പം ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നത് ഇതുപോലുള്ള ചട്ടികളിലാണ്, ഓർക്കിഡ് പോട്ടുകളിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ചൂസ് ചെയ്യുന്ന ഓർക്കിഡ് പോട്ടെന്ന് പറയുന്നത് കുറച്ച് ഇങ്ങനെ കണ്ടില്ലേ, ഇങ്ങനെ ഒരു പരന്ന പോലത്തുള്ള ഷേപ്പുള്ള ഓർക്കിഡ് പോട്ടുകളാണ് നമ്മളെ കാറ്റ്ലിയാസിന് കൂടുതലായിട്ട് എനിക്ക് നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ തൈകൾ ഇത് ഒരുപാട് ഹൈറ്റിൽ പോകുന്നത് അല്ല. നമ്മുടെ ഡെൻഡ്രോബിയം പോലെ ഒരുപാട് ഹൈറ്റിൽ പോവില്ല പ്ലാന്റ്. ഈ ഒരു ഹൈറ്റ് കണ്ടോ പ്ലാന്റ്, ഈ ഒരു രീതിയിലൊക്കെ പോകത്തുള്ളൂ. അപ്പോൾ അതിങ്ങനെ അതിൻ്റെ സ്യൂഡോബിൾ ഇങ്ങനെ വ്യാപിച്ച് ആ ചട്ടി നിറഞ്ഞ കണക്ക് നിൽക്കും. രണ്ടാമത് ശ്രദ്ധിക്കേണ്ടത് വാട്ടറിങ് ആണ്. അപ്പോൾ വാട്ടറിങ്ങിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എല്ലാ ഓർക്കിഡിനും വെള്ളം നൽകാറുണ്ട്. നമ്മൾ ഡെൻഡ്രോബിയത്തിനൊക്കെ റെഗുലർലി വെള്ളം നൽകും. പക്ഷേ നമ്മുടെ കാറ്റ്ലിയ ഓർക്കിഡ്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ക്ലൈമറ്റിൽ ഒരു 3 ദിവസം കൂടുമ്പോൾ മാത്രം നമ്മൾ വാട്ടറിങ് ചെയ്താൽ മതി. അതിൻ്റെ പ്രധാന കാര്യം എന്ന് വെച്ചാൽ, ഇതിൻ്റെ സ്യൂഡോ ബൾബാണ് ഈ കാണുന്നത് കണ്ടോ. ഈ ഒരു ഭാഗമാണ് ഇതിൻ്റെ സ്യൂഡോ ബൾബ് എന്ന് പറയുന്നത്. ആ ഒരു സ്യൂഡോ ബൾബിൽ വാട്ടർ സ്റ്റോറേജ് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി നമ്മുടെ കാറ്റ്ലിയ ഓർക്കിഡ്സിനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഓവറായിട്ടുള്ള വാട്ടറിങ്, റെഗുലർലി ആയിട്ടുള്ള വാട്ടറിങ് നൽകി കഴിയുമ്പോൾ ആ സ്യൂഡോ ബൾബ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട, അതാണ് ഞാൻ പറഞ്ഞത്. ഒരു 3 ദിവസം കൂടുമ്പോൾ മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിനൊരു കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ പോട്ടിംഗ് മീഡിയം ഡ്രൈ ആവണം. നല്ല പൂർണ്ണമായിട്ട് ഡ്രൈ ആയതിനു ശേഷം മാത്രം വീണ്ടും വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ആ 2 കാര്യങ്ങൾ വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ കാറ്റ്ലിയ ഓർക്കിഡ്സ് ഓരോ ടൈമിലും ഓരോ രീതിയിലാണ്
വാട്ടറിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കുഞ്ഞായിരിക്കുമ്പോൾ ബേബി കാറ്റ്ലിയാസ് ഒക്കെ വെക്കുന്ന സമയത്ത്, കുഞ്ഞ് കിക്കീസ് വെക്കുന്ന സമയങ്ങളിലാണെങ്കിൽ ഡെയിലി റെഗുലറിൽ ഒരു 2 ദിവസം കൂടുമ്പോഴൊക്കെ നല്ല രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ആ സമയം നല്ല രീതിയിൽ വാട്ടറിങ് ചെയ്യാൻ ആവശ്യമാണ്. എന്ന് വെച്ചാൽ സ്യൂഡോ ബൾബൊക്കെ വളരെ കുഞ്ഞാണ്, അതിന് ഗ്രോത്തിന് ആവശ്യമായിട്ടുള്ള വെള്ളം വേണം. പക്ഷേ പ്ലാന്റ് കുറച്ചുകൂടെ ഒക്കെ വലുതായി കഴിഞ്ഞ് അതിൻ്റെ വെള്ളത്തിൻ്റെ അളവ് കുറച്ച് കൊണ്ടുവരും. അതാണ് ഞാൻ പറഞ്ഞൊരു 3 ഡേയ്സ് കൂടുമ്പോഴൊക്കെ വെള്ളമെന്ന് പറയുന്നത്. പിന്നെ ശ്രദ്ധിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലവറിൻ്റെ സ്പൈക്ക് വരുന്ന ടൈമാണ് കേട്ടോ. ആ സ്പൈക്ക് വരുന്ന സമയം മുതൽ ഫ്ലവർ പോകുന്ന സമയം വരെയും, കൊഴിഞ്ഞ് പോകുന്ന സമയം വരെയും നല്ല രീതിയിൽ നമ്മുടെ കാറ്റ്ലിയ ഓർക്കിഡ്സിന് വെള്ളം കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ നമ്മൾ ആ 3 ദിവസം എന്നുള്ളത് 2 ദിവസം, ഒരു ദിവസമൊക്കെ കൂടുമ്പോൾ നമ്മൾ വാട്ടറിങ് നൽകുക. ആ സ്പൈക്ക് വരുന്നത് മുതൽ പൂക്കൾ കൊഴിഞ്ഞു പോകുന്നത് വരെ അത് ഒരുപാട് ഡ്രൈ ആവാനായിട്ട് നമ്മൾ അനുവദിക്കരുത്. അത്രമാത്രം ആ വാട്ടറിങ്ങിൻ്റെ കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ അടുത്തായിട്ടെന്ന് പറയുമ്പോൾ നമ്മുടെ പ്ലാന്റ്സിന് വേണ്ടുള്ള സൺലൈറ്റിനെ പറ്റിയാണ് കേട്ടോ. അപ്പോൾ സൺലൈറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഇൻഡയറക്റ്റ് സൺലൈറ്റ് വേണ്ട ഒരു പ്ലാന്റാണ് നമ്മുടെ കാറ്റ്ലിയ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് വെയിലടിക്കാൻ പാടില്ല. ഡയറക്റ്റ് വെയിലടിക്കുക അല്ലെങ്കിൽ നല്ലപോലെ ചൂടേൽക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലപോലെ തന്നെ ലീഫ് ബേൺ ആവുന്നത് കാണാൻ സാധിക്കും. നമ്മൾ ഡെൻഡ്രോബിയൊക്കെ കുറച്ചെങ്കിലും ആ ചൂടൊക്കെ തരണം ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. പക്ഷെ നമ്മുടെ കാറ്റ്ലിയ ഓർക്കിഡ്സിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ആ ഒരു ശേഷി കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ലീഫെല്ലാം പെട്ടെന്ന് ബേൺ ആവും. അപ്പം ലീഫിൻ്റെ ആ ഒരു ഭംഗി തന്നെ പോയി കിട്ടും. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഭയങ്കര വെയിലത്ത് കൊണ്ടിടാതെ എന്നാൽ നല്ല രീതിയിൽ ബ്രൈറ്റ് ആയിട്ടുള്ള ലൈറ്റ് ഫുൾ ടൈം കിട്ടുന്ന രീതിയിൽ നമ്മൾ ആ പ്ലാന്റ്സ് ഇടുക. എന്ന് വെച്ചാൽ തീരെ ഷെയ്ഡി ആയിട്ടുള്ള പോർഷൻ ഇട്ട് കഴിഞ്ഞാൽ പ്ലാന്റ് ഗ്രോത്ത് ആവും, പക്ഷേ അതിൻ്റെ ഫ്ലവറിങ് കുറവായിരിക്കും കേട്ടോ. അപ്പോൾ കാറ്റ്ലിയ ഓർക്കിഡ്സ് മെയിനായിട്ട് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ലൈറ്റത്ത് ഇടുക. പിന്നെ എന്ന് പറയുന്നത് അതിൻ്റെ ഈ കിക്കീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തൈകൾ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പോട്ടിൽ നിറഞ്ഞ് കഴിയുമ്പോൾ നമുക്കതിനെ റീപോർട്ട് ചെയ്യാം. അങ്ങനെ റീപോർട്ട് ചെയ്യുമ്പോൾ ഒരു 2-3 ബൾബ് വെച്ചിട്ട് നമുക്ക് ആ പ്ലാന്റിനെ സെപ്പറേറ്റ് ചെയ്ത് പല ചട്ടികളിലാക്കി ഇടാം കേട്ടോ. അല്ലാതെ സ്ഥിരമായിട്ട് നമുക്ക് റീപോർട്ട് ചെയ്യേണ്ട കാര്യമില്ല. ഈ ചട്ടി നിറഞ്ഞ് കഴിയുമ്പോൾ മാത്രം നമ്മൾ ആ റീപോർട്ടിങ്ങിനെ പറ്റിയിട്ട് നോക്കിയാൽ മതി. അല്ലാതെ ഓരോ വർഷം കൂടുമ്പോൾ ഉള്ള റീപോർട്ടിങ് ആവശ്യമില്ല. ഇതിൻ്റെ ഫ്ലവർ എന്ന് പറയുന്നത് പുതുതായിട്ട് ഓരോ സ്യൂഡോ ബൾബ്, ഇതിൻ്റെ സ്യൂഡോ ബൾബാണ് ഇങ്ങനെ പുതിയ പ്ലാന്റുകളായിട്ട് വരുന്നത്. അപ്പോൾ ഓരോ പുതിയ സ്യൂഡോ ബൾബിൽ നിന്നാണ് ഇതുപോലുള്ള പുതിയ സ്പൈക്കുകൾ ഉണ്ടാകുന്നത് കേട്ടോ. ഇതിപ്പോൾ ഇതിൽ നിന്ന് വന്ന പുതിയൊരു ബൾബാണ് കേട്ടോ. ഇത് പുതിയൊരു സ്യൂഡോ ബൾബാണ്. അതിൽ നിന്നാണ് പുതിയൊരു ഫ്ലവർ സ്പൈക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ അതുപോലെ പുതിയതായിട്ട് വരുന്ന ബൾബുകളിൽ നിന്ന് ഇതുപോലെ തന്നെ ഫ്ലവർ സ്പൈക്കുകൾ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അല്ലാതെ പഴയ നിൽക്കുന്ന ഫ്ലവറിൻ്റെ സ്യൂഡോ ബൾബിൽ നിന്ന് പുതിയ ഫ്ലവേഴ്സ് ഉണ്ടാവാറില്ല. പിന്നെ ഇതിൻ്റെ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെള്ളം ഒഴിക്കുന്ന സമയത്ത് മാക്സിമം നമ്മൾ മറ്റു ഓർക്കിഡുകളിൽ പറയുന്ന പോലെ അതിൻ്റെ ഫ്ലവേഴ്സിൽ ടച്ച് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. വെള്ളമായാലും വളമായാലും ഈ കുറച്ച് മാത്രം ആയുസുള്ള ഫ്ലവറിന് ആയുസുള്ളൊരു പ്ലാന്റാണ് നമ്മുടെ കാറ്റ്ലിയ ഓർക്കിഡ്സ്. ഒരു 1-2 ആഴ്ചയോളം നമുക്ക് നിൽക്കും. പക്ഷെ വലിയ ഫ്ലവേഴ്സ് ഒരു 1-2 ആഴ്ച നിൽക്കും. ഇതിപ്പോൾ അധികം വലിപ്പമില്ലാത്ത ടൈപ്പ് കാറ്റ്ലിയ ആണ്. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ കുറേ ഇപ്പോൾ ഒരു 10-20 ദിവസമായി കാണും ഈ ഒരു പ്ലാന്റ്, ഈ ഒരു ഫ്ലവർ വിരിഞ്ഞിട്ട് ഇതുവരെ പോയിട്ടില്ല. പക്ഷേ വലിയ ഫ്ലവേഴ്സ് ആണെങ്കിൽ ഒരു 10 days ഒക്കെ നോക്കിയാൽ മതി അതിൻ്റെ ഫ്ലവർ. അപ്പോൾ വെള്ളം നമ്മൾ അങ്ങനെ ഒഴിക്കുകയാണെങ്കിൽ ആ 10 days നിൽക്കില്ല എന്നുള്ളതാണ് കേട്ടോ പറഞ്ഞത്. അപ്പം നമ്മൾ പറഞ്ഞു നമ്മുടെ ഈ ഫ്ലവേഴ്സ് വന്നു കഴിഞ്ഞാൽ ഒരു 2 ആഴ്ച മാത്രമേ അതിൻ്റെ ആയുസ് കാണുള്ളൂ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെയാണ് നമ്മുടെ കാറ്റ്ലിയ ഓർക്കിഡ്സ് ഫ്ലവർ ചെയ്യുന്ന ടൈം എന്ന് പറയുന്നത്. നമ്മുടെ ഡെൻഡ്രോബിയൊക്കെ നമുക്ക് ഇയർലി മിക്കപ്പോഴും ഫ്ലവേഴ്സ് കിട്ടുന്ന വെറൈറ്റീസാണ് നമ്മുടെ ഡെൻഡ്രോബിയ ഓർക്കിഡ്സ് എന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ കാറ്റ്ലിയ ആണെങ്കിൽ ഇയർലി ഒരു 2 times ഒക്കെ മാത്രമേ നമുക്ക് അതിൽ നിന്ന് ഫ്ലവേഴ്സ് കിട്ടത്തുള്ളൂ. നമ്മുടെ ഫെൻലോസസിനൊക്കെ പോലെയാണ് കേട്ടോ. അത് കറക്റ്റ് ആ ഒരു ക്ലൈമറ്റ് നമ്മൾ യാതൊരു വളം നൽകിയില്ലെങ്കിലും, ഫ്ലവറിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു വളങ്ങളും നൽകിയില്ലെങ്കിലും ആ ഒരു ക്ലൈമറ്റ് അനുകൂലമാണെങ്കിൽ നമ്മുടെ പ്ലാന്റിൽ നിന്ന് ഇയർലി 2 times നമുക്ക് ആ ഫ്ലവേഴ്സ് കിട്ടിയിരിക്കും കേട്ടോ. പിന്നെ നമുക്ക് ഇതിൻ്റെ വളങ്ങൾ അപ്ലൈ ചെയ്യേണ്ടതെന്ന് പറയുന്നത് നമ്മൾ നൈട്രജൻ വളങ്ങൾ കൂടുതലായിട്ട് അപ്ലൈ ചെയ്യുക. അത് ആഴ്ചയിൽ ഒരിക്കൽ വെച്ചിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. നമുക്ക് ജൈവ വളങ്ങൾ യൂസ് ചെയ്യാം, അതുപോലെ തന്നെ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യാം കേട്ടോ. അപ്പം മാക്സിമം ജൈവ വളങ്ങൾ യൂസ് ചെയ്യുക. നമ്മളെ പ്ലാന്റിൻ്റെ ഹെൽത്തിനൊക്കെ അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നൈട്രജൻ വളങ്ങൾ യൂസ് ചെയ്യുക. പക്ഷേ ഫ്ലവറിങ്ങിൻ്റെ വളങ്ങൾ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ വർഷത്തിൽ 2 തവണ മാത്രമേ നമ്മുടെ ഈ കാറ്റ്ലിയാസ് ഫ്ലവർ ചെയ്യൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്ലവറിങ്ങിൻ്റെ ഫെർട്ടിലൈസർ വളരെ കുറച്ച് മതി. മന്ത്ലി ഒരു തവണയൊക്കെ മാത്രം നമ്മുടെ ഈ ഫ്ലവറിങ്ങിൻ്റെ ഫെർട്ടിലൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. മെയിനായിട്ട് നമ്മൾ 2 തരം കാറ്റ്ലിയാസ് ആണ് ഇവിടെ. ഇത് നോർമലായിട്ടുള്ള നമ്മുടെ കാറ്റ്ലിയാസ് ആണ്. നമ്മൾ ഈ സാധാരണ വീടുകളിലൊക്കെ നട്ടു വളർത്താറില്ലേ, ആ കാറ്റ്ലിയാണ്. ഇത് നമ്മൾ നട്ടു വളർത്തുന്നത് തന്നെയാണ്. ഇതിൻ്റെ പേര് എപ്പി കാറ്റ്ലിയ എന്നാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ലീഫ് കണ്ടോ,
നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറയുകയാണ്. നമ്മുടെ ഈ നോർമലായിട്ടുള്ള കാറ്റ്ലിയ എന്ന് പറയുമ്പോൾ ലീഫ് കുറച്ചുകൂടെ പരന്നതായിരിക്കും, നല്ലപോലെ പരന്നിട്ടുള്ള ലീഫായിരിക്കും. പക്ഷേ നമ്മുടെ കാറ്റ്ലിയയുടെ ലീഫ് എന്ന് പറയുന്നത് ഇങ്ങനെ പോലെ കൂർത്തിരിക്കും. അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ചുകൂടെ ഞാൻ അങ്ങനെ പറഞ്ഞത്. പിന്നെ ഫ്ലവേഴ്സിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് നോർമൽ കാറ്റ്ലിയയ്ക്ക് ഈ ഒരു വലിപ്പമൊക്കെ കാണും ഫ്ലവേഴ്സിന്. കാറ്റ്ലിയയുടെ ഫ്ലവേഴ്സ് വളരെ കുഞ്ഞു ഫ്ലവറുകളായിരിക്കും കേട്ടോ, നമ്മുടെ ഈ ചിലന്തിയുടെയൊക്കെ പോലെ ഇരിക്കും. പക്ഷെ നല്ല ഭംഗിയുള്ള ഒരുപാട് വെറൈറ്റി നമ്മുടെ കാറ്റ്ലിയാസിലുണ്ട്. പിന്നെ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ വർഷത്തിൽ 2 തവണ നമ്മുടെ നോർമൽ കാറ്റ്ലിയാസ് ഫ്ലവർ ചെയ്യുന്നെങ്കിൽ കാറ്റ്ലിയ നമുക്ക് അതിൽ കൂടുതൽ തവണ ഫ്ലവർ പ്രതീക്ഷിക്കാം. അപ്പോൾ അതാണ് ഈ 2 കാറ്റ്ലിയാസും തമ്മിലുള്ള വ്യത്യാസം. പിന്നെ ഇന്ന് കാറ്റ്ലിയൊക്കെ മേടിച്ചുകൊണ്ട് പോയിട്ട് ഒരുപാട് പേര് അതിൻ്റെ ഫോട്ടോസൊക്കെ എനിക്ക് ഇട്ട് തരുന്നുണ്ട്. അപ്പോൾ എല്ലാവരുടെയും പ്ലാൻസൊക്കെ നന്നായിട്ടിരിക്കുന്നതെന്ന് അറിഞ്ഞാൽ ഒരുപാട് സന്തോഷം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ.